വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടൊരു മാംഗോ പുഡിങ്ങാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് ഉണ്ടാക്കാനും അതുപോലെ കഴിക്കാനും വളരെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മാമ്പഴ സീസണൊക്കെ ഏകദേശം കഴിയാറായി. എപ്പോഴാണ് എനിക്ക് മാങ്ങ വെച്ച് എന്തുണ്ടാക്കണം എന്ന് ഒരു ബോധോദയം ഉണ്ടായത് തന്നെ. അല്ലെങ്കിലും എനിക്ക് വൈകിയാണ് ഇങ്ങനെ ബോധം വരാറ്. അപ്പോൾ നമുക്കിതായിട്ട് ഇതിന് വേണ്ടത് ആകെ ഉണ്ടായിരുന്ന 2 മാമ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാമ്പഴം എടുത്ത് ഇതിങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുന്നത്. നമ്മൾ സാധാരണ തൊലിച്ചെത്തി കളഞ്ഞിട്ടങ്ങ് എടുക്കാറാണ് പതിവ്. വീഡിയോസിലൊക്കെ കണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കറക്റ്റായിട്ട് ഇങ്ങനെ പൊന്തി വരില്ലേ, അപ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് ഇങ്ങനെ ക്യൂബായിട്ട് നമുക്ക് മാംഗോസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് മാംഗോ മാത്രം മാറ്റി വെക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ടേ. അപ്പോൾ ഈ മാങ്ങയ്ക്ക് നല്ല മധുരമായിരുന്നു കേട്ടോ. ബാക്കി വന്ന മാമ്പഴം നമ്മളൊരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ പാലിൻ്റെ പാടയുണ്ടല്ലോ, അത് കളക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പഞ്ചസാരയും പാൽപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രഷ് ക്രീമിന് പകരമായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ഐറ്റമാണ്. പിന്നെ നമ്മൾ 1 കപ്പ് പാൽ ചൂടാക്കാൻ വെച്ചിട്ട് പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ആ ഒരു ഫ്രഷ് ക്രീമും കൂടെ അതിനകത്ത് ചേർത്ത് ഞാൻ കുറച്ച് നട്ട്സ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കാഷ്നട്ട്, ബദാം, പിസ്ത ഇത്രയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മുടെ വൈറ്റ് ക്രീം ഇവിടെ റെഡിയായി. ഇനി നമുക്കൊരു ട്രേയിലേക്ക് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ബിസ്ക്കറ്റുകൾ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ്. ഞാൻ ചെറുതായിട്ട് പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ വൈറ്റ് ക്രീം അതിൻ്റെ മുകളിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കട്ട് ചെയ്ത മാംഗോയുടെ പീസസ് കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് യെല്ലോ ക്രീം ഉണ്ടാക്കാം. യെല്ലോ ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കസ്റ്റാർഡ് പൗഡറാണ്, വാനില ഫ്ലേവറാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡറും കുറച്ച് മിൽക്ക് പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് വെക്കണം. ഞാനിവിടെ ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് പാല്, 1 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കിയിട്ട് പകുതി ചൂടാകുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് മിക്സ് പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഹാഫ് കുക്കായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പേസ്റ്റ് കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം ഈ ഒരു മാങ്ങയ്ക്ക് നല്ല മധുരമാണ്. അപ്പം നമ്മളിതിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. മാംഗോ ക്രീം മിക്സ് ചെയ്യുന്നതിന് മുന്നിട്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സ്ചർ നേരത്തെ ഫ്രീസ് ചെയ്യാൻ വെച്ചിരുന്ന വൈറ്റ് ക്രീമിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിനി നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത മാംഗോ പീസസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പകുതിയോളം ഞാൻ തിന്നു കഴിഞ്ഞു. അപ്പം കുറച്ച് പീസസ് മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷൻ കൂടെ ചെയ്ത് ഞാനിത് ഫ്രീസറിൽ സെറ്റാവാനായിട്ട് വെച്ചു. പെട്ടെന്ന് സെറ്റാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചത്. എനിക്കതിന് വേണ്ടിയുള്ള ക്ഷമയില്ലായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ടേസ്റ്റോ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാംഗോ സീസണൊക്കെ തീർന്നു എന്നറിയാം, എന്നാലും നിങ്ങൾക്ക് മാംഗോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക, ബെസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ഇനി എന്തെങ്കിലും പരീക്ഷണമായിട്ട് പിന്നെ വരാം. ബൈ. Yes, wow, perfect, love.